വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴവും ബീഫും വെച്ചിട്ട് നല്ലൊരു റോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് മീഡിയം പഴുത്ത പഴം എടുക്കുക. ഒരു പഴം 3 സ്ലൈസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് പഴുത്ത പഴം എടുക്കണ്ട കേട്ടോ. ലാസ്റ്റ് റോൾ ചെയ്ത് വരുന്ന സമയത്ത് ഈ പഴം ഇങ്ങനെ കടിക്കണം. അപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുത്താൽ മതി. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കുക. ഒരു പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് പഴം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. രണ്ട് സൈഡും ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്കുള്ള ബാറ്റർ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കോഴിമുട്ട, 2 സ്പൂൺ മൈദ, കുറച്ച് കുരുമുളക് പൊടി, പിഞ്ചുപ്പ്, കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി നമ്മൾ പഴം വാട്ടിയ അതേ പാനിലേക്ക് തന്നെയാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വാട്ടി വെച്ച പഴം വരി വരിയായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ വേവിച്ച് വെച്ച ബീഫ് മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടാണ് ഇതിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മുകളിൽ ബീഫ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുമ്പ് ട്രെൻഡിങ് ആയിരുന്ന പഴംപൊരിയും ബീഫും ഉണ്ടല്ലോ, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അത് ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിലൂടെ വളരെ സിമ്പിളായിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. 2 പഴവും കുറച്ച് ബീഫും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.